ഒറ്റ രാത്രി കൊണ്ടാണ് 5 സഹപാഠികൾ നഷ്ടമാകുന്നത്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ്, ആലപ്പുഴ ടി ഡി മെഡിക്കൽ കോളേജിന്. അതിൻ്റെ വലിയ വേദന, അതിൻ്റെ സ്തബ്ധമായി നിൽക്കുന്നു ആ ക്യാമ്പസ്. ആ ദൃശ്യങ്ങളിൽ നിന്ന് അത് പ്രകടവുമാണ്. ആ ക്യാമ്പസിലെ സഹപാഠികൾ, ഈ കുട്ടികളുടെ രക്ഷകർത്താക്കൾ, സഹപാഠികളുടെ രക്ഷകർത്താക്കൾ, അധ്യാപകർ, ആ കോളേജ് പ്രിൻസിപ്പൾ, ആ നാട്, ആ നാട്ടിലെ ജനപ്രതിനിധികൾ ഒന്നടങ്കം ഉണ്ടായ ആഘാതം, ഉണ്ടായ നഷ്ടം, അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിതുമ്പി നിൽക്കുന്ന വല്ലാത്ത ദൃശ്യങ്ങളടങ്ങിയ ഒരു വാർത്താദിനമാണ്. അത് സങ്കടകരമാണ് എന്നുറപ്പായും പറയേണ്ടി വരും. നാടങ്ങോട്ടേക്ക് ആ കോളേജിലെ അധ്യാപകരും അനധ്യാപകരും സഹപാഠികളും മാത്രമല്ല, ആ നാടൊന്നാകെ കുട്ടികളെ ഒരു നോക്ക് കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നുണ്ട്. അധിക നാളൊന്നും ആയിട്ടില്ല. ഇവർ അവരുടെ ബാച്ച് അധ്യയനം തുടങ്ങിയിട്ട് 1.5 മാസമേ ആകുന്നേയുള്ളൂ. പക്ഷേ ആ 1.5 മാസം കൊണ്ട് ആ കോളേജിൻ്റെ അനിവാര്യ സാന്നിധ്യങ്ങളായി കുഞ്ഞുങ്ങൾ മാറിയിരുന്നു, ഈ കുട്ടികൾ മാറിയിരുന്നു എന്നാണ് ആ സഹപാഠികളുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. 128-ാം ബാച്ച്, വണ്ടാനം മെഡിക്കൽ കോളേജിലെ 128-ാം MBBS ബാച്ചിലെ കുട്ടികളാണ്. 5 വർഷക്കാലത്തോളം ഒരുമിച്ച് പോകേണ്ട ഈ പറയുന്ന ഈ കഴിഞ്ഞ 1.5 മാസത്തേതിന് സമാനമായി കളിയും ചിരിയും പഠനവുമായി, വളരെ സീരിയസായ ഗൗരവതരമായ പഠനവും അതോടൊപ്പം തന്നെ സഹപാഠി സ്നേഹവും ഒക്കെ 5 വർഷക്കാലത്തോളം ഒരുമിച്ച് പോകേണ്ട 128-ാം ബാച്ചിലെ 5 കുട്ടികളെയാണ് വിധി കവർന്നെടുക്കുന്നത്. 6 കുട്ടികൾ, പരിക്കേറ്റ 6 കുട്ടികൾ ഇപ്പോൾ ചികിത്സയിലാണ്. അതിൽ 2 കുട്ടികൾ ആരോഗ്യനില കുറച്ച് പ്രശ്നമുണ്ട്. അപ്പോൾ അവരെ ആരോഗ്യനില മെച്ചപ്പെടുത്താൻ, അവരെ ആരോഗ്യത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഡോക്ടർമാർ അവരെ കൊണ്ട് കഴിയുന്നതിന്, മനുഷ്യസാധ്യമായതിൻ്റെ പരമാവധി ചികിത്സ ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. എത്രയും പെട്ടെന്ന് അത് സാധ്യമാവട്ടെ, അവരുടെ ജീവിതത്തിലേക്കുള്ള മടങ്ങിവരവ് സാധ്യമാകട്ടെ. തലക്കടക്കം അത്യാവശ്യം പരിക്കുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ആ പരിക്കുകൾ ഭേദമായി ന്യൂറോ ഡോക്ടർമാരുടെ ഒക്കെ നേതൃത്വത്തിൽ അക്ഷീണ പ്രയത്നം ഈ മണിക്കൂറുകളിൽ ആ ഡോക്ടർമാർ നടത്തുന്നുണ്ട്. ആ ഡോക്ടർമാരുടെ കൈകൾക്ക് അതിനുള്ള ശക്തി കിട്ടട്ടെ, കുട്ടികളെ തിരികെ കൊണ്ടുവരാനുള്ള ശക്തി ഉണ്ടാവട്ടെ എന്നതാണ് പ്രാർത്ഥന, എന്നതാണ് ആഗ്രഹം. എന്തായാലും അപകടവും അറിഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ സഹപാഠികളും കോളേജിലെ മറ്റു വിദ്യാർത്ഥികളും ഒക്കെ തന്നെ രാത്രി തന്നെ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മുന്നിലേക്ക് ഓടിയെത്തിയിരുന്നു. പ്രിയപ്പെട്ടവരെ മരണം കവർന്നു എന്ന തിരിച്ചറിവിൽ അപ്പോൾ തന്നെ നിയന്ത്രണം വിടുന്ന കുട്ടികളെ നമ്മൾ ഇന്നലെ രാത്രി തന്നെ കണ്ടു. അതിൻ്റെ തുടർച്ച ഇപ്പോഴും ആ ക്യാമ്പസിൽ കാണുന്നു. 1.5 മാസം കൂടെ പഠിച്ച സഹപാഠികളുടെ വേദന അത്രത്തോളം ഹൃദയവേദനയാണെങ്കിൽ ഉറപ്പായും ആ കുട്ടികളെ 19 വർഷക്കാലത്തോളം ആറ്റുനൂറ്റ് വളർത്തിയ മാതാപിതാക്കളുടെ സങ്കടം അത് വാക്കുകളിൽ പറയാൻ കഴിയുന്ന സങ്കടമല്ല. ആ ദൃശ്യങ്ങൾ കണ്ടു നിൽക്കാനും കഴിയില്ല. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ വിട പറഞ്ഞു പോകുന്നു എന്ന വസ്തുത ആർക്കും ഉണ്ടാവരുതാത്തതാണ്. അത്രത്തോളം പുത്രദുഃഖം എന്നൊക്കെ പറയുന്ന വേദന, അതിന് തുല്യം വെക്കാൻ മറ്റു വേദനകളില്ല എന്നാണല്ലോ പറയപ്പെടുന്നത്. എന്തായാലും ആ ക്യാമ്പസിൽ അതുണ്ടാകുന്നു. ആ ക്യാമ്പസിൽ വളരെ ദൗർഭാഗ്യവശാൽ അതുണ്ടാകുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കൃത്യം 1 വർഷം മുമ്പ് സമാനമായ ഒരു കാഴ്ച നമ്മൾ കളമശ്ശേരി കുസാറ്റ് ക്യാമ്പസിൽ കണ്ടു. അന്ന് 4 ആയിരുന്നുവെങ്കിൽ ഇന്ന് അത് 5 സഹപാഠികൾ ക്യാമ്പസിൽ നിന്ന് ഏറെ പ്രതീക്ഷകളോടെ പഠിക്കാനെത്തിയ ക്യാമ്പസിൽ നിന്നും അവസാനമായി യാത്ര പറഞ്ഞു പോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. 1 മണി വരെ പൊതുദർശനം എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഇപ്പോഴും 100 അവരുടെ സഹപാഠികളും നാട്ടുകാരും ഈ കുട്ടികളെ കാണാൻ അങ്ങോട്ടേക്ക് എത്തിച്ചേരുമ്പോൾ 1 മണിക്ക് ആ പൊതുദർശനം തീരുമോ എന്ന കാര്യം അറിയില്ല. ആയുഷാജി, മുഹമ്മദ് ഇബ്രാഹിം, ആന്ധ്രോദ്വീപ്, ലക്ഷദ്വീപ്, ഇബ്രാഹിമിൻ്റെ പിതാവിൻ്റെ സുഹൃത്താണ് ആദ്യം കാണാൻ വേണ്ടി വന്നത്. വളരെ സൈലൻ്റായിട്ടുള്ള വിദ്യാർത്ഥിയായിരുന്നു. അദ്ദേഹത്തിന് വളരെ മിടുക്കനായ വിദ്യാർത്ഥിയാണ്. മെറിറ്റിൽ നല്ല മാർക്കിലാണ് അങ്ങോട്ടേക്ക് കടൽ കടന്ന് ഇബ്രാഹിം പഠിക്കാൻ വേണ്ടി എത്തിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇബ്രാഹിമിൻ്റെ പിതാവിൻ്റെ സുഹൃത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദേവനന്ദൻ കോട്ടയത്തുകാരനാണ്, പുഞ്ഞാറുകാരനാണ്. അപ്പോൾ ദേവനന്ദൻ്റെ അടക്കമുള്ള കാര്യങ്ങൾ അവരുടെ സഹപാഠികളും അവരുടെ നാട്ടുകാരും ഒക്കെ പറയുന്ന ഏറ്റവും നല്ല വിദ്യാർത്ഥികൾ, ഏറ്റവും നല്ല സ്വഭാവത്തിനുടമകളായ, ഏറ്റവും സമർത്ഥരായി പഠിക്കാൻ അറിയാവുന്ന, നാളത്തെ നാടിൻ്റെ ആതുര സേവന മേഖലയുടെ പ്രതീക്ഷകളായിരുന്ന, വാഗ്ദാനങ്ങളായിരുന്ന 5 മിടുക്കരായ വിദ്യാർത്ഥികളാണ്. ഈ ടോപ്പ് ബ്രെയിൻസ് എന്ന് പറയില്ലേ, എന്ന് പറയുന്ന പോലെ നാടിൻ്റെ സമർത്ഥരായ 5 വിദ്യാർത്ഥികൾക്കാണിപ്പോൾ യാത്രാമൊഴി നൽകുന്നത് നാടും ആ ക്യാമ്പസും. മനീഷ് മഹിബാൽ ചേരുന്നുണ്ട്. മനീഷ്, ക്യാമ്പസിലൊരു സഹപാഠി വിട പറഞ്ഞു പോവുക എന്ന് പറയുന്നത് എല്ലാ കാലത്തേക്കും ജീവിതകാലത്തിൽ ഉടനീളം ബാക്കിയുള്ള വിദ്യാർത്ഥികൾക്ക് അത് മനസ്സിൻ്റെ, എത്ര വർഷം കഴിഞ്ഞാലും മനസ്സിൻ്റെ ഒരു കോണിൽ ഒരു നീറ്റിലായി നിൽക്കുന്ന വസ്തുതയാണ്. ഈ മക്കളുടെ അച്ഛൻ്റെയും അമ്മമാരുടെയും ഒന്നും കാര്യം പിന്നെ പറയുകയും വേണ്ട. മനീഷ്, നമ്മൾ കാണുന്ന കാഴ്ചകൾ അത് കണ്ടു നിൽക്കാൻ കഴിയാത്ത വേദനയുടെ കാഴ്ചകളാണ്. മനീഷ്, ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ അച്ഛനും അമ്മമാർ ജീവിച്ചിരിക്കെ മക്കൾ മരിക്കുന്നത് ജീവിതത്തിലെ പഠിക്കും
സഹപാഠികൾ ആരെങ്കിലും ഒരാൾ ഇങ്ങനെ അകാലത്തിൽ പൊലിഞ്ഞു പോകുന്ന വേദന അവരുടെ ജീവിത അവസാനം വരെ നിറഞ്ഞു നിൽക്കും എന്ന് നമുക്ക് നിലവിൽ ഈ കാഴ്ച കാണുമ്പോൾ ബോധ്യപ്പെടും. അത്രമാത്രം വേദന, സങ്കടം, നമുക്ക് ആ വാക്കുകളൊന്നും വേദന, സങ്കടം, വിഷമം എന്നൊക്കെ പറയുമെങ്കിലും, ഹൃദയവേദന എന്നൊക്കെ പറയുമെങ്കിലും അതിനൊക്കെ അപ്പുറം നമുക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റാത്ത തരത്തിലേക്കുള്ള മാനസിക നിലയാണ്, അത്തരത്തിലുള്ള മനോവിഷമം ഇവിടെയുള്ള വിദ്യാർത്ഥികൾക്കുണ്ട്. ഏറ്റവും വലിയ വേദന അവരുടെ രക്ഷിതാക്കൾക്കും അവരുടെ സഹപാഠികൾക്കും മാത്രമാണ്. അതാണ് ഏറ്റവും ജീവിതകാലം മുഴുവൻ നീറുന്ന വേദനയെ തന്നെ നിൽക്കുന്നത്. ഇവിടെ വരുന്ന ചിലപ്പോൾ ആളുകൾ 1-2 ദിവസം, ഒരാഴ്ചക്കാലം കൊണ്ട് ഈ ഒരു വേദന, ഈ ഒരു വിഷമം മറക്കുമായിരിക്കും. പക്ഷേ ഇവിടെ കൂടെ പഠിച്ച സഹപാഠികൾ അവർ ഒരുമിച്ച് സ്വപ്നം കണ്ട ഒരു നല്ല കാലം, അതുകൊണ്ട് അവർക്കൊരിക്കലും, അല്ലെങ്കിൽ രക്ഷിതാക്കൾ മറക്കാൻ സാധിക്കില്ല. ഹാഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഹമ്മദ് ഇബ്രാഹിമിന്റെ വേദന, അദ്ദേഹത്തിന്റെ ആ വിദ്യാർത്ഥിയുടെ വേദന നമുക്ക് നേരത്തെ കളർകോട് ചങ്ങനാശ്ശേരി ജംഗ്ഷനിൽ ഈ ബസ്സും കാറും കൂട്ടിയിടിച്ചിട്ട് അപകടത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത അഭിനന്ദ് പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളെ രക്ഷിക്കണേ എന്ന് വാവിട്ട് കരഞ്ഞുകൊണ്ട് കാറിലുണ്ടായിരുന്ന ഒരാൾ എൻ്റെ കയ്യിൽ പിടിച്ചു, അപ്പോൾ തന്നെ അവൻ്റെ ബോധം മറഞ്ഞു എന്ന കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ രക്ഷാദൗത്യത്തിൽ പങ്കെടുത്തവർ ഉറപ്പായും അഭിനന്ദനം അർഹിക്കുന്നു. കാര്യം അത്രത്തോളം ദുഷ്കരമായ കാലാവസ്ഥയാണ്. ഈ പറയുന്ന KSRTC ബസ്സിൻ്റെ അകത്തേക്ക്, ഏതാണ്ട് പൂർണ്ണമായി തന്നെ അകത്തേക്ക് ഈ വാഹനം പൂർണ്ണമായി ചുരുണ്ട് അകത്തെ കയറിയിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഒടുവിൽ നാട്ടുകാരുമൊക്കെ ചേർന്ന് ബസ് പിന്നിലേക്ക് തള്ളി മാറ്റിയാണ് ആ കാറ് വെട്ടിപ്പൊളിച്ച് കുട്ടികളെ അതിൽ നിന്ന് പുറത്തേക്ക് എടുത്തത്. ആ നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടൽ അവിടെ ഉണ്ടായി എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. അത്ര ദുഷ്കരമായ കാലാവസ്ഥയിലും ഒരുപക്ഷെ അതുകൊണ്ടൊക്കെ തന്നെ ആവണം 6 കുട്ടികളെ പരിക്കോടുകൂടിയാണെങ്കിലും രക്ഷിച്ച് ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞത്. നാട്ടുകാരുടെ കൂടി രക്ഷാപ്രവർത്തനത്തിൽ, അത് കേരളത്തിന് പുതുമയുള്ള കാര്യമല്ല, രക്ഷാപ്രവർത്തനത്തിലെ വളരെ സമയോചിതമായ ഇടപെടൽ കൊണ്ടുകൂടിയാണ് ആ കുട്ടികളിപ്പോൾ ICUവിലാണുള്ളത്. ആ ICUവിൻ്റെ മുന്നിലും ഇവിടെ വേദനാപൂർവ്വം കുട്ടികൾ നിൽക്കുന്നത് പോലെ തന്നെ ICUവിൻ്റെ മുന്നിലും ഇപ്പോൾ അവരുടെ ആയുരാരോഗ്യത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് സഹപാഠികൾ ആശുപത്രി ICUവിൻ്റെ മുന്നിലുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അങ്ങോട്ടേക്ക് ഒരുപാട് കുട്ടികൾ എത്തുന്നു. ആ കോളേജിലെ വിദ്യാർത്ഥികൾ, ആ കോളേജിലെ അധ്യാപകർ, അനധ്യാപകർ, ആ നാടിലെ ജനപ്രതിനിധികൾ, ആരോഗ്യമന്ത്രി വീണ ജോർജും മന്ത്രി സജി ചെറിയാനും PP ചിത്തരഞ്ജനും സലാം MLA ഒക്കെ തുടക്കം മുതൽ തന്നെ അവിടെയുണ്ട്. ഒരു ജനപ്രതിനിധികൾ നാടിനൊരു ദുരന്തമുണ്ടാകുമ്പോൾ ഏത് രീതിയിൽ കൂടെ നിൽക്കണം, അങ്ങനെ ഏത് രീതിയിൽ കൂടെ നിൽക്കണോ അങ്ങനെ തന്നെ കൂടെ നിൽക്കുന്നു നാടിൻ്റെ ജനപ്രതിനിധികൾ. അവിടെയുള്ള കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്നു. കാര്യങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ വൈകലുണ്ടാവാതിരിക്കാൻ തുടക്കം മുതൽ തന്നെ നോട്ടമുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെയാണ് പോസ്റ്റ്മോർട്ടം നടപടികളൊന്നും അധികമൊന്നും വൈകിയില്ല. പെട്ടെന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിരിക്കുന്നു. പൊതുദർശനം അവിടെ പുരോഗമിക്കുകയാണ്. 1 മണി വരെയാണ് പൊതുദർശനം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ സമയമാകുമ്പോഴേക്കും അണമുറിയാതെ, അല്ലെങ്കിൽ കണ്ണി പൊട്ടാതെ കുറേയധികം ആളുകൾ അങ്ങോട്ടേക്ക് ഈ അവസാനമായി കുട്ടികളെ ഒരു നോക്ക് കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ വേദനാപൂർവ്വം, നമ്മളടക്കം വേദനാപൂർവ്വം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന. തിരക്ക് നിയന്ത്രിക്കാൻ പോലീസ് സംവിധാനം, അല്ലെങ്കിൽ ക്യൂ സുഗമമായി മുന്നോട്ടേക്ക് നീങ്ങാൻ പോലീസ് സംവിധാനമൊക്കെ അവിടെയുണ്ട്. കുട്ടികളെത്തുന്നു. നിർനിമേഷമായ മുഖത്തോടെ, വേദനാഭാരത്തോടുകൂടി കുട്ടികൾ ഇന്നലെ വരെ കൂടെ പഠിച്ച അവരുടെ സഹപാഠികളെ അന്തിമമായി ഒരു നോക്ക് കാണുകയാണ്. 128ാം ബാച്ച് ഇനി അപൂർണമാണ്. ആ 128ാം ബാച്ചിൽ 5 കുട്ടികൾ ഇനിയില്ല. 5 വർഷം കഴിയുമ്പോഴേക്കും ഇവർക്കൊപ്പം ഏറ്റവും മികച്ച ഡോക്ടേഴ്സായി, ഏറ്റവും മികച്ച നാടിന് നട്ടല്ലാവേണ്ട, അല്ലെങ്കിൽ നാട്ടിലെ പാവങ്ങൾക്ക് കരുതലൊക്കെ ആവേണ്ട 5 ഏറ്റവും മിടുക്കലായ, ഏറ്റവും സമർത്ഥരായ കുട്ടികൾ പകുതി വഴിയിൽ 2 മാസം പൂർത്തിയാകും മുന്നേ, അധ്യയന വർഷം 2 മാസം പൂർത്തിയാകും മുന്നേ യാത്ര പറഞ്ഞ് പോവുകയാണ്. 1.5 മാസമൊക്കെ ആയിട്ടുള്ളൂ. 1.5 മാസം കൊണ്ട് അവർ ആഴത്തിലുള്ള ബോണ്ട് ആ ക്യാമ്പസിലെ കൂട്ടുകാരുമായി ഉണ്ടാക്കി എന്നുള്ളതാണ് അവരുടെ സഹപാഠികളുടെ കണ്ണീരിൽ നിന്ന് എന്തായാലും മനസ്സിലാക്കേണ്ടത്. അരുൺരാജ് കൂടി ചേരുന്നുണ്ട്. അരുൺ, 1 മണി വരെ പൊതുദർശനം എന്നാണ് പറഞ്ഞിരുന്നെങ്കിലും ഇതിപ്പോൾ 1 മണിക്ക് പൊതുദർശനം പൂർത്തിയാകാനിടയുണ്ടോ അരുൺ? അങ്ങനെ 1 മണിക്ക് അവിടെ ഈ വലിയ ആൾക്കൂട്ടമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് റേഞ്ച് പ്രശ്നമുണ്ടാകുന്നത്. അങ്ങനെ നമ്മൾ 1 മണി വരെയാണ് പൊതുദർശനം പറഞ്ഞിരുന്നെങ്കിലും ആ 1 മണിക്ക് പൊതുദർശനം പൂർത്തിയാകാനിടയില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകർ നോക്കൂ, ഈ പൊതുദർശനം തുടങ്ങിയ ആദ്യ മിനിറ്റ് മുതൽ ഈ കുട്ടികളുടെ മൃതശരീരം ആയുഷ് ഷാജിയാണ് അങ്ങോട്ടേക്ക്, കോളേജിലേക്ക് ആദ്യമായി അങ്ങോട്ടേക്ക് എത്തിയത്. അത് പക്ഷേ എല്ലാ ദിവസവും രാവിലെ ക്ലാസ്സിലേക്ക് പഠിക്കാനെത്തുന്നു, വൈകുന്നേരം മടങ്ങുന്നു എന്നതിനപ്പുറം ഇത്തവണയുള്ള വരവ് അതിനി മടക്കമില്ലാത്ത, ക്ലാസ് മുറിയിലേക്ക് മടക്കമില്ലാത്തൊരു വരവാണ് എന്നുള്ളതാണ് നമ്മുടെ ഈ മണിക്കൂറിലെ ഏറ്റവും വേദന, ഏറ്റവും അങ്ങനത്തെ പരമമായ സങ്കട വേദന. അരുൺരാജ്, അരുൺ, 1 മണിക്ക് ഈ പൊതുദർശനം പൂർത്തിയായി ഈ കുട്ടികളുടെ മൃതശരീരങ്ങൾ അവരവരുടെ വീട്ടിലേക്ക് എത്തിക്കുക
എന്ന പ്ലാൻ നടക്കാനിടയുണ്ടാവും. എത്തുന്ന കാഴ്ചയാണ്. ഓരോ മുഖത്തും അതിൻ്റെ എത്രത്തോളം ദുഃഖം ഉണ്ട് എന്ന് അവരുടെ മുഖത്തെല്ലാം തളം കെട്ടി നിൽക്കുന്നു. വാവിട്ട് കരയുന്ന സഹപാഠികൾ തങ്ങളുടെ പ്രിയപ്പെട്ടവൻ യാത്രയാക്കുന്നു ക്യാമ്പസ്. അത് ഏറ്റവും വേദനാപൂർവ്വം തന്നെയാണ് യാത്രയാകുന്നത്. ആ കുട്ടികൾക്ക് എന്താണ് ആ ക്യാമ്പസിൻ്റെ പൊന്നോമനകളായിരുന്ന 5 പേർക്കും അവർ അർഹിക്കുന്ന ആ കോളേജിൽ നിന്ന് കൊടുക്കേണ്ട യാത്രാമൊഴി ആ കോളേജ് ഹൃദയഭാരത്തോടെ, വിങ്ങുന്ന ഹൃദയത്തോടെ, കണ്ണുനീരോടുകൂടി ആ കുട്ടികൾക്ക് നൽകുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ 1 മണി വരെയാണ് ആ പൊതുദർശനമെങ്കിലും 1 മണിക്ക് ആ പൊതുദർശനം തീരാനിടയില്ല. നമ്മൾ കാണുന്നുണ്ട് ആയുഷ് ഷാജിയുടെ മൃതശരീരം അങ്ങോട്ടേക്ക് എത്തിയപ്പോൾ മുതൽ ബാക്കി കുട്ടികൾ എല്ലാം അങ്ങോട്ടേക്ക് അവസാനമായ ക്യാമ്പസിലേക്ക് എത്തിയപ്പോൾ മുതൽ തന്നെ കണ്ണിപൊട്ടാതെ കൂടുതൽ വിദ്യാർത്ഥികളും ആ നാട്ടുകാരും ജനപ്രതിനിധികളും ഒക്കെ അങ്ങോട്ടേക്കൊക്കെ എത്തിച്ചേരുകയാണ്. ആ കുട്ടികളെ അവസാനം വരും നോക്കണം. അതുകൊണ്ട് 1 മണിക്ക് ഈ പൊതുദർശനം പൂർത്തിയാകുമോ എന്ന കാര്യം അറിയില്ല. അവിടെ ഒരാൾ ലക്ഷദ്വീപ് സ്വദേശിയാണ്. ലക്ഷദ്വീപിലേക്ക് കൊണ്ടുപോകുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ ആന്ത്രോത്ത് ദ്വീപിലാണ് മുഹമ്മദ് ഇബ്രാഹിമിൻ്റെ വീട്. ആന്ത്രോത്ത് ദ്വീപിലെ പാക്ക് ചേപ്പുര വീട്ടിൽ മുഹമ്മദ് നസീറിൻ്റെ മകനാണ്. മുഹമ്മദ് ഇബ്രാഹിമിൻ്റെ കേരളത്തിലുള്ള കുടുംബ സുഹൃത്ത് ആലപ്പുഴയിലേക്ക് നേരത്തെ ഓടിയെത്തിയിരുന്നു. അവർ പറയുന്ന അറിയാവുന്ന കാര്യമാണ്. അവർ പറയുന്നത് ഒറ്റ മാസമേ അവിടെ ജോയിൻ ചെയ്തിട്ട്. കുടുംബത്തിൻ്റെ പ്രതീക്ഷയായിരുന്നു. കുടുംബത്തിലെ മൂത്ത കുട്ടിയായിരുന്നു. നല്ല ഉയർന്ന മാർക്കോടെ മിടുക്കനായി MBBS പഠനത്തിനെത്തിയതാണ്. ഒരു സൈലൻ്റ് പയ്യനായിരുന്നു. അവൻ്റെ മരണം ലക്ഷദ്വീപിന് മൊത്തം ഷോക്കായി എന്നുള്ളതാണ് ഒരു മാധ്യമത്തോട് അവരുടെ ഈ കുടുംബ സുഹൃത്ത് പ്രതികരിച്ച് നമ്മൾ കണ്ടത്, നമ്മൾ വായിച്ചത്. അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കുമുണ്ട്. ആയുഷ് ഷാജി ആവട്ടെ, ഈ യാത്ര പറഞ്ഞു പോയ ഓരോ വിദ്യാർത്ഥിയുമാകട്ടെ, ഓരോ വിദ്യാർത്ഥിയും ആ കുടുംബത്തിൻ്റെ അത്താണിയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ കുടുംബത്തിൻ്റെ മാത്രമല്ല, ആ വീടിൻ്റെ മാത്രമല്ല. ഇവർ മെഡിക്കൽ പ്രൊഫഷനാകുമ്പോൾ ഉറപ്പായും അത് ആ നാടിൻ്റെ മുഴുവൻ പ്രതീക്ഷയും.